ഇന്ന് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അതിവിപുലമായിട്ടാണ് രാജ്യം കൊണ്ടാടുന്നത്. അതേസമയം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പോലും ആഘോഷിക്കാൻ കഴിയാത്ത പല സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനത്തെ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 ശേഷം നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇപ്പോൾ അവർക്ക്, അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നുള്ളതാണ് ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെയെല്ലാം ചുവപ്പ് ഭീകരത മൂടിയിരുന്നു എന്നുള്ളതാണ്, അതായത് നക്സലിസം മൂടിയിരുന്നു എന്നുള്ളതാണ്. അമിത്ഷാ 2026 മാർച്ചോടുകൂടി നക്സലിസം സമ്പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. ഏറെക്കുറെ 99.9% അത് പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നിന്നുള്ള വാർത്തകളാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി പതിറ്റാണ്ടുകളായി മാവോയിസ്റ്റുകളുടെ ചുവപ്പ് ഭീകരതയിൽ അടിച്ചമർത്തപ്പെട്ട ബസ്തർ ഡിവിഷനിലെ 41 ഗ്രാമങ്ങൾ റിപ്പബ്ലിക് ദിനം ഔദ്യോഗികമായി ആഘോഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പരിപാടി ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. സുരക്ഷാ സേനയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായി നാരായൺപൂർ ജില്ലയുടെ 18 ഗ്രാമങ്ങളും ബീജാപൂർ ജില്ലയിലെ 13 ഗ്രാമങ്ങളും സുക്മർ ജില്ലയുടെ 10 ഗ്രാമങ്ങളും മാവോയിസ്റ്റ് സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതായി ബസ്തർ റേഞ്ച് IG സുന്ദർരാജ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ഈ പട്ടികയിൽ 13 ഗ്രാമങ്ങൾ ചേർത്തു. അതിനുശേഷം ഇപ്പോൾ ആദ്യമായി ദേശീയ ഉത്സവം ആഘോഷിക്കുന്ന 54 ഗ്രാമങ്ങളായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ വിദൂര പ്രദേശങ്ങളിൽ സുരക്ഷാ ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക ഗോത്രവർഗക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബസവരാജു, സുധാകർ, കെ രാമചന്ദ്ര റെഡ്ഡി തുടങ്ങിയ പ്രധാന മാവോയിസ്റ്റ് നേതാക്കളെ നിർവീര്യമാക്കിയതോടെ കലാപം തന്നെ ദുർബലമായി. നിയാദ് നെയ്യാർ, അതായത് നിങ്ങളുടെ നല്ല ഗ്രാമം പദ്ധതി പ്രകാരം വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ വിദൂര ആദിവാസി മേഖലകളിലേക്ക് പോലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു ധൈര്യവും അവിടെയുള്ള ഗ്രാമവാസികൾക്ക് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.